പ്രദേശവാസികളുടെ ദീർഘകാല പ്രതീക്ഷകൾക്ക് വിരാമമിട്ട് സൗത്ത് അന്നാര ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തിരൂർ മണ്ഡലം എംഎൽഎ കുറുക്കോളി മൊയ്തീനാണ് നവകെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രദേശവാസികളുടെ പങ്കാളിത്തത്താൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ആവേശഭരിതമായിരുന്നു. ഹെൽത്ത് സെന്റർ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സർക്കാർ വകയായി ഏറ്റെടുക്കാൻ അനുനയം പുലർത്തിയ വള്ളിയേങ്ങൽ സലീം എന്ന സമൂഹസേവകനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം പ്രദേശത്തെ അടിസ്ഥാനാരോഗ്യ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുമെന്നും അതിലൂടെ ആരോഗ്യ ബോധവൽക്കരണത്തിൽ വലിയ പുരോഗതി കൈവരിക്കുമെന്നും എംഎൽഎ ചടങ്ങിൽ ഉദ്ഘാടനത്തിൽ അഭിപ്രായപ്പെട്ടു. നഗരസഭ ഇത്രയും പണം ചെലവഴിച്ച് നിങ്ങൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുപോകും. ഞാനപ്പോൾ ആരിസിനെ അഭിനന്ദിച്ച വലിയ വാർഡല്ലാണ്. അപ്പൊ ആരെ വാർഡാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സരോജ ദേവിയുടെ വാർഡാണെന്ന്. ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ കാണാനില്ല, ചിത്രത്തിലേ ഉള്ളൂ. എന്റെ ഒന്നും പറ്റിയെന്ന് എനിക്കറിയില്ല. എങ്ങനെയായിരുന്നാലും ഇങ്ങനെയുള്ള നാട്ടിലെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരും സഹകരിക്കണം. വള്ളിയേങ്ങൽ സലീം എന്ന വ്യക്തിയുടെ ഈ സാമൂഹിക പ്രതിബദ്ധതയാണ് സൗത്ത് അന്നാരയിലെ ആരോഗ്യ സേവന വികസനത്തിന് വഴി തെളിയിച്ചത് എന്ന് വക്താക്കൾ ഉന്നയിച്ചു. ചടങ്ങിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ കെ.പി. നസീമ അധ്യക്ഷയായിരുന്നു. അതേപോലെ ഇന്ന് ഈ ഒരു ബിൽഡിംഗ് സാധ്യമാക്കുന്നതിലേക്ക് ഭൂമി ഏറ്റെടുത്ത് തന്ന പ്രിയപ്പെട്ട സലീം വള്ളിയേങ്ങൽ അവർ വൈസ് ചെയർമാൻ രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സലാം മാസ്റ്റർ, ഫാത്തിമത്ത് സജ്ന, റസിയ ഷാഫി, കൗൺസിലർ വി.പി. ഹാരിസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജഹാന, പി.കെ. തങ്ങൾ, വി.പി. സൈദലവി ഹാജി, റിഷാദ് വെളിയമ്പാട്ട് എന്നിവർ സംസാരിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ കെട്ടിടം ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉണർവ് പകരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെയും ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെയും പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സെന്റർ ഭാവിയിൽ മാതൃകാ ഹെൽത്ത് യൂണിറ്റായി മാറുമെന്നത് പ്രദേശവാസികളുടെ പ്രതീക്ഷയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരൂർ.